കേരള പി എസ് സിയിൽ നമ്മളെല്ലാവരും പിച്ച വയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആ ഒരു ഫേസ്. ഈ ഒരു ഫേസിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പോയി കഴിഞ്ഞാലാണ് ലിസ്റ്റിൽ കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫേസ് നമ്മൾ നന്നായിട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയാം. അതായത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുക നമ്മൾ ഉപദേശങ്ങളെയാണ്. ആരിൽ നിന്നല്ല ഉപദേശങ്ങൾ? ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്ന് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മളെ ഉപദേശിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. ടെലഗ്രാം നോക്കി കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്കുള്ള ഉപദേശങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ നമുക്ക് ഉപദേശങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശങ്ങൾ കിട്ടും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ പറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ ആരിൽ നിന്നെല്ലാം സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹായ്, ദിസ് ഈസ് വിഷ്ണു. വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇനി ഗൈഡല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഉപദേശങ്ങൾ കിട്ടുന്നതെന്നൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയുന്ന കൂട്ടുകാരിൽ നിന്ന്. അവർ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് കിട്ടാനുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബിലും ടെലഗ്രാമിലും ഒക്കെയുള്ള ഗ്രൂപ്പുകളും അതിൻ്റെ അഡ്മിൻസും ഒക്കെ നിങ്ങൾ ഉപദേശിക്കാനായിട്ടുണ്ടാവും. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററുകളിൽ വരുന്ന അധ്യാപകർ. ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്ന അധ്യാപകരിൽ നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ടും എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് നിങ്ങൾ ഉപദേശങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി, അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ, നിങ്ങൾക്ക് ഉപദേശം തരുന്ന നിങ്ങളുടെ കൂട്ടുകാർ, ഇവരാണ് നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അവർ ഓൾറെഡി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരിൽ നിന്ന് ഉപദേശം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർക്ക് ഏത് ലെവലിലാണ് അവരുടെ പെർഫോമൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടറി ടെസ്റ്റിനുള്ള പരീക്ഷയായിരിക്കും. നിങ്ങൾ ഉപദേശം ചോദിക്കുന്നത് എങ്ങനെയാണ് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് എന്ന് നിങ്ങൾ ഉപദേശം ചോദിക്കാൻ പോകുന്ന കൂട്ടുകാരൻ ചിലപ്പോൾ കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിലായിരിക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിൽ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് റാങ്കിലൊക്കെ ഉൾപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് സെക്രട്ടറി ടെസ്റ്റിൻ്റെ ആദ്യത്തെ റാങ്കുകൾ വാങ്ങിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉപദേശം തരാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ആൾ പഠിച്ചിരിക്കുന്ന പഠനത്തിൻ്റെ നിലവാരവും സെക്രട്ടറി ടെസ്റ്റിന് വേണ്ട ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന നിലവാരം എന്ന് പറയുന്നത് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കിയിട്ട് അവരുടെ ഒപ്പീനിയൻസ് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ഇപ്പോൾ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരാൾ, അപ്പോൾ ഈ ആൾ LDC കട്ട് ഓഫിനൊക്കെയും 1 മാർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് 1.5 മാർക്കൊക്കെ കൂടുതലുള്ളൂവെങ്കിൽ ആ ആൾക്ക് ഡിഗ്രി ലെവലിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ലെവലിലേക്ക് ആളായിട്ടില്ല. അതിന് ഇനിയും കഷ്ടപ്പെടേണ്ടതുണ്ട്. നേരെ മറിച്ചിട്ട് LDC നിലവാരത്തിൽ നിന്ന് ഒരു കട്ട് ഓഫിനൊക്കെയും ഒരു 6-7 മാർക്കൊക്കെ കൂടുതൽ നേടിയിട്ടുള്ളവരോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒപ്പീനിയൻ ചോദിക്കാം. കാരണം അവരുടെ പഠന നിലവാരം അത്രയും ഉയരത്തിലാണ്. അവർ ഡിഗ്രി ലെവൽ എഴുതി കഴിഞ്ഞാലും അവരെ എക്സാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആ ഉപദേശങ്ങൾ നിങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്റ്റീവായിട്ട് ഉപദേശങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. നമുക്ക് താഴ്ന്ന ലെവലിൽ പഠിച്ച് ഒരു താഴ്ന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ചിലപ്പോൾ മുകളിലേക്കുള്ള നിലവാരത്തിലുള്ള എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് നിങ്ങൾ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പഠിച്ച രീതിയിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കലും ഒരു റാങ്ക് ഹോൾഡറുടെ പെർസ്പെക്റ്റീവിൽ ആ ഒരു എക്സാമിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപദേശം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യേണ്ട നിലവാരം നിങ്ങളിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അടുത്തൊരു സോഴ്സാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇരുതലമൂർച്ചയുള്ള വാൾ എന്ന നിലയ്ക്കാണ് നമുക്ക് ഇപ്പോൾ സൊസൈറ്റിയിലുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരത്തിൻ്റെ അങ്ങേയറ്റവും, മറിച്ച് നമുക്കൊന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ ഉപദ്രവത്തിൻ്റെ അങ്ങേയറ്റം തരുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇപ്പോൾ റിസോഴ്സസ് എടുക്കാനായിട്ട് ഒരുപാട് ചാനലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ടെലഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ആർക്ക് വേണമെന്നെങ്കിലും നമുക്ക് ഈ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉള്ള മെറ്റീരിയൽസ് തരാം, ക്ലാസ്സുകൾ എടുക്കാം, ഉപദേശങ്ങൾ തരാം. ഇതൊക്കെ ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ വഴിയായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉപദേശങ്ങൾ തരുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാൾ, ആ ആൾ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് അത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇതേവരെ ഒരു പരീക്ഷ എഴുതി പാസ്സായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളുടെ ഉപദേശം കേട്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഉപദേശിക്കുന്ന ആ ഒരു ചാനൽ മാനേജ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയനെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് ആ ലിമിറ്റേഷൻ വരേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ടെലഗ്രാമും യൂട്യൂബുകളൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ക്ലാസ്സുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നമില്ല, പക്ഷെ അവിടെ ഉപദേശം തരുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് അവിടെ തന്നെ വരും. കാരണം ആ ആൾ പാസ്സാകാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എഴുതി പാസ്സാകാത്ത ഒരു എക്സാമിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപദേശം തരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുന്ന സമയത്ത് ക്ലാസ്സുകൾ എടുക്കാൻ വരുന്ന അധ്യാപകരിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഉപദേശങ്ങൾ കിട്ടുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പല സമയത്തും ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകർ പലപ്പോഴും പഴയ സ്റ്റൈലിലുള്ള ടീച്ചിങ് കൊണ്ടൊക്കെ വരുന്ന അധ്യാപകരായിരിക്കും. അപ്പോൾ ഇവർ സിലബസ് മാറിയത് പോലും ബഹുഭൂരിപക്ഷം അറിയാത്തവരുണ്ടെന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം. പഠിപ്പിക്കുന്നത് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള അധ്യാപകൻ എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ ആ അധ്യാപകർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അവർ എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ, ഇപ്പോൾ അവർ എക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ മാത്രമായിരിക്കും അവർ എക്സ്പേർട്ട് ഉണ്ടാവുക. എല്ലാ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മൾ കാൻഡിഡേറ്റ്സ് തന്നെയാണ്. നമ്മൾ പരീക്ഷ എഴുതുന്നവരാണ് എല്ലാ സബ്ജക്റ്റും നമുക്ക് അത്രയധികം അറിയുന്നത്. നേരെ മറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകന് ഒരു കാരണവശാലും എല്ലാ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരൊറ്റ സബ്ജക്റ്റൊക്കെ ആയിരിക്കും ആ ഒരു അധ്യാപകന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു അധ്യാപകൻ ആ ഒരു ഒറ്റ സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് മൊത്തത്തിലുള്ള കേരള PSCനെ അനലൈസ് ചെയ്യുന്നത്? അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഉപദേശങ്ങളെല്ലാം ചേർത്തിട്ട് ആയിരിക്കും ആ ആൾ നിങ്ങൾക്കുള്ള ഉപദേശമായിട്ട് തരുന്നത്. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചേഴ്സ് ഏത് നിലവാരത്തിലുള്ളതാണ് എന്നും ആ ആൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടോ എന്നുള്ളതും വരുന്ന PSC പരീക്ഷയിലെ മാറ്റങ്ങൾ ആൾക്ക് അറിയാമോ എന്നുള്ളതും ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉപദേശങ്ങൾ എടുക്കേണ്ടത് അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരിൽ നിന്ന് ഓടിച്ചാടി നടന്ന എല്ലാ ചാനലുകളും പറയുന്നത് ഫോളോ ചെയ്തിരിക്കുക. നമ്മുടെ മെറ്റീരിയൽസ് എപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരില്ല. അതല്ലെങ്കിൽ എല്ലാ സോഴ്സിൽ നിന്നുള്ള ഉപദേശങ്ങൾ നമ്മളെടുത്ത് ആകെ കൂടി കൺഫ്യൂഷനായി പോകും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. See you. Bye bye.